പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് നിയമാവർത്തന പുസ്തകം 28 അതിലെ 13-ാമത്തെ അധ്യായത്തിലെ ബി വാക്യമാണ്. അവിടെ വചനം പറയാണ്, ഞാൻ പെട്ടെന്ന് ഈ ഒരു ടെക്സ്റ്റ് കണ്ടപ്പോൾ, നിനക്ക് അഭിവൃദ്ധി ഉണ്ടാകും, നിനക്കൊരിക്കലും അധോഗതി ഉണ്ടാവുകയില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഒരു വിശ്വാസിയെ സംബന്ധിച്ചൊക്കെ അല്ലേ, അത് വളരെ പ്രധാനപ്പെട്ട ഒരു വചനമായിരുന്നു. നിനക്ക് അഭിവൃദ്ധി ഉണ്ടാകും, എല്ലാ മേഖലയിലും അഭിവൃദ്ധി ഉണ്ടാകും, നിനക്കൊരിക്കലും അധോഗതി ഉണ്ടാവുകയില്ല. അപ്പം ഞാൻ ശരിക്കും അതൊന്ന് ആ ടെക്സ്റ്റ് ഒന്ന് മനസ്സിരുത്തി വായിച്ചപ്പോൾ 13-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: കർത്താവ് നിന്റെ ജനതകളുടെ നേതാവാക്കും, നീ ആരുടെയും ആജ്ഞാവർത്തി ആയിരിക്കുകയില്ല. ഇന്ന് ഞാൻ നിനക്ക് നൽകുന്ന നിന്റെ ദൈവമായ കർത്താവിന്റെ കൽപ്പനകൾ ശ്രവിച്ച് അവ ശ്രദ്ധാപൂർവം പാലിക്കുമെങ്കിൽ, തുടർന്ന് പറയാണ്, നിനക്ക് അഭിവൃദ്ധി ഉണ്ടാകും, നിനക്ക് ഒരിക്കലും അധോഗതി ഉണ്ടാവുകയില്ല. പ്രിയ സഹോദരങ്ങളെ, നമ്മളുടെ ജീവിതം ഇന്ന് ഭയങ്കര നിലയില്ലാത്ത വെള്ളത്തിൽ എന്നതുപോലെയൊക്കെ തപ്പിത്തടയുകയാണെങ്കിൽ നമ്മൾ ആത്മശോധന ചെയ്യേണ്ടത്, എൻ്റെ കൽപ്പനകൾ എങ്ങനെയാണ്, എൻ്റെ 10 പ്രമാണങ്ങളുടെ കാര്യത്തിൽ എങ്ങനെയാണ്, മൂലപാപങ്ങൾ ഏതൊക്കെയാണ് എന്നെ വേട്ടയാടുന്നത്. പ്രിയ സഹോദരങ്ങളെ, ഇവ ശ്രദ്ധാപൂർവം പാലിക്കുകയാണെങ്കിൽ നിനക്ക് അഭിവൃദ്ധി ഉണ്ടാകുമെന്നത്, നിനക്ക് അധോഗതി ഉണ്ടാവുകയില്ല എന്നത് അത് ദൈവത്തിൻ്റെ ഒരു വാഗ്ദാനമാണ്. കർത്താവ് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളുടെ ജീവിതത്തിൽ ഒരുപാട് പ്രതികൂലങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നതെങ്കിൽ ദൈവകൽപ്പനകൾ അത് പാലിക്കുന്ന കാര്യത്തിൽ ഞാനും എൻ്റെ കുടുംബവും എത്രമാത്രം ശുഷ്കാന്തി ഉണ്ട് എന്ന് നമുക്ക് ആത്മശോധന ചെയ്യാം. അപ്പോൾ ഇന്നൊരു പ്രത്യേക നിയോഗമായിട്ട് നമ്മളൊരു ജപമാല ചൊല്ലിയിട്ട്, ദൈവമേ, ദൈവകൽപ്പനകൾ കുറ്റമറ്റ വിധം പാലിക്കുവാൻ എന്നെ അഭിഷേകം ചെയ്യണമേ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ വാർഷിക ധ്യാനം പോയിക്കൊണ്ടിരിക്കുകയാണ്, അച്ഛന്മാരുടെ വാർഷിക ധ്യാനം പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർത്തേക്കണം. ഈശോ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. രക്ഷിതാവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ.